മലയാളത്തിന്റെ ഒരു ചൊല്ലുണ്ടല്ലോ, അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നു, പരമാധികാരം വല്ലാതെ ദുഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പരമാധികാരം വല്ലാതെ ദുഷിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. 2012 ബംഗാളിൽ സിംഗൂരും നന്ദിഗ്രാമും നടക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും മുതിർന്ന എഴുത്തുകാരിയായിരുന്നു മഹാശ്വേത ദേവി. അവര് വളരെ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികയും ഇടതുപക്ഷത്തോട് വളരെ ചേർന്ന് നിന്നതും താൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് തുറന്നു പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത എഴുത്തുകാരിയായിരുന്നു മഹാശ്വേത ദേവി. ആ മഹാശ്വേത ദേവിയാണ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ദുരന്തത്തെ ആദ്യം ഇപ്പോ MT ചൂണ്ടിക്കാണിച്ചതുപോലെ ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷം പിന്നെ അവിടെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ ഒരു തകർച്ചയാണ്, ഈ സർവാധിപത്യത്തിന്റെ ഒരു തകർച്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് കേരള ലിറ്ററേച്ചർ സെമിനാറിൽ ബഹുമാന്യനായ ശ്രീ മലയാളത്തിലെ ഏറ്റവും ആദരണീയരായ എഴുത്തുകാരൻ ശ്രീ മുകുന്ദൻ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ കിരീടം വെച്ച് വാഴുന്നവർ സിംഹാസനം ഒഴിയേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത്. അത് മിനിഞ്ഞാന്നാളത്തെ MTയുടെ വാക്കുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് അതിനെ വായിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് CPM-നും അറിയാം, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾക്കും ഒക്കെ അറിയാം. കാരണം ഈ വാക്ക് കേരളത്തിലെ പൊതുസമൂഹം കേൾക്കാനിരുന്നതായിരുന്നു. ഇത് ആര് പറയും എന്നുള്ളതാണ് ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു സന്ദേഹം. ഞാൻ രോഹിണി, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ ഒരു ലേഖനത്തെക്കുറിച്ച് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ജയചന്ദ്രൻ സാറോ അതല്ല എങ്കിൽ RS പ്രഭാതോ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. 1962 അപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 3ാമത് വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കുകയാണ്. 52 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം വിജയിച്ചു, 57 വിജയിച്ചു, വീണ്ടും 3ാമത്തെ തെരഞ്ഞെടുപ്പ് 62 നടക്കുക. അപ്പൊ 62 ആയപ്പോഴേക്കും അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ തന്നെ ഏതാണ്ട് 14-15 വർഷത്തോളമായി. കാരണം രാജ്യം 47 സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് തന്നെ ഇടക്കാല പ്രധാനമന്ത്രിയായി 2046 സെപ്റ്റംബറിൽ അദ്ദേഹം അധികാരം ഏറ്റെടുത്തു. അപ്പൊ സെപ്റ്റംബർ മുതൽ കൂട്ടിക്കഴിഞ്ഞാൽ 50-ൽ ഭരണഘടന നിലവിൽ വരുന്നവരെ ഏതാണ്ട് 3.5-4 കൊല്ലക്കാലം, പിന്നെ ഭരണഘടന നിലവിൽ വന്ന് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ 2 കൊല്ലം, അപ്പം ഏതാണ്ട് 4-4.5 6, അതിനുശേഷം 10, അപ്പോൾ ഒരു 10-14-15 വർഷക്കാലം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അപ്പൊ കൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പത്രമാണ്. നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു എന്ന നിലയിൽ ഇപ്പൊ പത്രം ഉണ്ടോന്ന് എനിക്കറിയില്ല. സ്റ്റേറ്റ്സ്മാൻ, ആ പത്രത്തിലൊരു ലേഖനം വന്നു. ലേഖകന്റെ പേര് ചാണക്യ. ആ ചാണക്യൻ എഴുതിയ, തൂലികാ നാമത്തിൽ ആരോ എഴുതിയതാണ്. ചാണക്യൻ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, ഇയാൾ ഇങ്ങനെ 10-15 കൊല്ലമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നു, ഇയാൾ ഒരു സർവാധിപതിയോ ഏകാധിപതിയോ ആകാൻ പോവുകയാണ്, അതുകൊണ്ട് ഇനി നെഹ്റു മാറി നിൽക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ളതായിരുന്നു ലേഖനത്തിന്റെ ഉള്ളടക്കം. അപ്പോ വലിയ എന്താ പറയുക, രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, വലിയ ചർച്ചയായി. ഇത് ആരാണ് ഈ ചാണക്യ എന്ന പേരിൽ എഴുതിയത്? അത് എഴുതിയത് സ്റ്റേറ്റ്സ്മാന്റെ എഡിറ്റർക്ക് മാത്രമേ അറിയാവുള്ളൂ, വേറൊരാൾക്കും അറിയത്തില്ല. ഏതായാലും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, നെഹ്റു വീണ്ടും ജയിച്ചു. അപ്പോഴാണ് സ്റ്റേറ്റ്സ്മാന്റെ എഡിറ്റർ പറയുന്നത്, ഈ ലേഖനം എഴുതിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയാണ്, ചാണക്യ എന്ന പേരിൽ. എന്ന് പറഞ്ഞാൽ നെഹ്റു തന്നെ മനസ്സിലാക്കി 10-15 കൊല്ലം അധികാരത്തിലിരുന്ന താൻ അധികാരത്തിന്റെ ഒരു ലഹരി തന്നിലേക്ക് വരുന്നു, താൻ ഒരു ഏകാധിപതിയായി പോകുന്നു, അതുകൊണ്ട് അത് കഴിഞ്ഞാൽ തന്നെ ആക്കരുത് എന്ന് അദ്ദേഹം തന്നെ ചാണക്യ എന്ന തൂലികാ നാമത്തിൽ ലേഖനം സ്റ്റേറ്റ്സ്മാൻ പത്രത്തിൽ എഴുതിയത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 1962 കഥയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് ചോദിച്ചാൽ, നെഹ്റുവിനെ പോലെ ഒരു ക്രാന്തിദർശി അല്ലെങ്കിൽ ഒരു ദാർശനികൻ അതിനെ എത്ര തന്മയത്വത്തോടു കൂടിയാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം 10-17 കൊല്ലക്കാലം പ്രധാനമന്ത്രിയായിരുന്നയാളാണ്, തെരഞ്ഞെടുക്കപ്പെട്ടു, അല്ലാതെയുമായി 17 കൊല്ലത്തോളം പ്രധാനമന്ത്രി ആയിരുന്നയാളാണ്. ഇവിടെ 7.5 കൊല്ലമായി കഴിഞ്ഞപ്പോഴത്തേക്കും ചിലരുടെയൊക്കെ ഒരു നിലയും നിലപാടും അതെങ്ങോട്ടേക്ക് പോകുന്നു, കേരളീയ പൊതുസമൂഹത്തിന് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് അങ്ങ് പോവുകയല്ലേ. അതല്ലേ MTയെ പോലെ ഒരാള് അങ്ങനെ ഒരു സദസ്സിൽ വന്നിരുന്നു. കാര്യം 98 അദ്ദേഹം എഴുതി, 2003 ഇപ്പൊ ഇന്ന് ഗോവിന്ദ മാഷിന്റെ പ്രസ്താവന ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയതാണ്. ഏതായാലും 2024 ആന്റണി അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി, 2024 അദ്ദേഹം ഒരു പൊതുസഭയിൽ വെച്ചുകൊണ്ട് ഈ വാക്ക് അദ്ദേഹം പറയുന്നത്. ഈ വാക്ക് ഇത് കേരളത്തിൽ ആരെങ്കിലും പറയണമല്ലോ എന്ന് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിച്ചിരുന്ന, പക്ഷേ നമുക്കറിയാം ഇടതുപക്ഷ ബുദ്ധിജീവികളും അല്ലെങ്കിൽ ബുദ്ധിജീവി ചമയുന്ന ആളുകൾക്ക് ഒന്നും ഇപ്പോഴും നമ്മൾ കാണുന്നു. അശോകൻ ചെരുവിനെ പോലുള്ള ആളുകൾ, NS മാധവനെ പോലുള്ള ആളുകൾ, മുരുകൻ കാട്ടാക്കടയെ പോലുള്ള ആളുകളൊക്കെ ഈ വാക്കുകളെ ഇപ്പോഴും അതിനെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടുവരികയാണ്. പക്ഷേ വന്ധ്യ വയോധികനായ ലോകം ആരാധിക്കുന്ന ആ പഞ്ചാഗ്നിയുടെ നായകൻ എഴുത്തുകാരൻ വേണ്ടി വന്നു ഇങ്ങനെ ഒരു വാക്ക് അത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ പറയുവാനായിട്ട്.